അങ്ങനെ ഒരു ദിവസം അസുരരാജൻ രാവണൻ കിംസ് ഇന്റേണൽ മെഡിസിൻ ഒപിയിലേക്ക് കടന്നു വരുന്നു. രാജാതിരാജൻ രാജൻ അസുരൻ അസുരരാജൻ രാവണൻ എഴുന്നള്ളുന്നേ. तू मेरी अधूरी प्यास प्यास तू आ गया मन को रात रात तू मेरी अधूरी प्यास प्यास तू. ആഹാ സ്വർഗീയമായ ഗാനം. എക്സ്ക്യൂസ് മീ, എന്താണ് ഈ ഒപ്പീനിയൻ പാട്ട് കേൾക്കുന്നത്? അത് ഞങ്ങളുടെ സാറന്മാരൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ കേട്ട് ഒപ്പീനിയൻ സന്തോഷം. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു ഡൗട്ട്. അല്ല, ഈ മേരി അത് ഊരി എന്ന് പറയുന്നത്, മേരി എന്താണ് ഊരിയെന്ന് മാത്രം പറയുന്നത് ഇങ്ങനെ ആട്ടാത്ത എങ്ങനെ? ഞാൻ തന്നെ. ഓക്കെ. ഇയാൾക്ക് മാത്രം അച്ഛനും എന്റെ അച്ഛന് 5 തല, അമ്മയ്ക്ക് 6 തല. ഇതൊക്കെ എന്തൊക്കെ അറിയണം? 11 തലയെന്ന് പറഞ്ഞാൽ എന്റെ അനിയൻ 9 തല ഉണ്ടായിരുന്നുള്ളൂ. അവന് 1 തല ഞാൻ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ എനിക്ക് 10ഉം അവന് 10ഉം. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണോ? മിസ്റ്റർ രാവണൻ, ആ രാവണൻ തന്റെ അപ്പോയിന്റ്മെന്റ് 10:30 സമയം ഇപ്പം 1:30 അത്ര നേരം എവിടെയായിരുന്നു? എന്റെ പൊന്ന് സാറേ, ഞാൻ എന്റെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പോയത്. വണ്ടി പാർക്ക് ചെയ്യാൻ എത്ര സമയം? 3 മണിക്കൂറോ? എന്റെ പൊന്ന് സാറേ, ഇവിടെ ഡോക്ടർമാർക്ക് പോലും വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പോഴാണ് 5 ടിപ്പറുകളുടെ വലിപ്പമുള്ള പുഷ്പവിമാനമായിട്ട് ഞാൻ എഴുതുന്നത്. എന്റെ വിമാനമാണെങ്കിൽ താഴോട്ട് പോലില്ല, മുകളിലോട്ടേ പോകുള്ളൂ. അപ്പൊ ഒരുത്തം പറഞ്ഞ് ബേസ്മെന്റിലോട്ട് കൊണ്ട് പാർക്ക് ചെയ്യും. ബേസ്മെന്റിലോട്ട് പോകില്ല, അവസാനം കുക്കുന്ന ബാലറ്റ് പാർക്കിംഗ്. അങ്ങനെ ഏതോ ഒരുത്തം വന്ന് എന്റെ വണ്ടി വാങ്ങിച്ച് 1500 രൂപ മേടിച്ചു. 1500 രൂപ? ആ, സാധാരണ ഓട്ടോ പാർക്ക് 100 രൂപ, ഇത് പുഷ്പവിമാനുണ്ട് 1500 രൂപ. ഇവിടെ അറിയത്തില്ലെങ്കിൽ നടപ്പുണ്ട് പറഞ്ഞു തരും. അടുത്ത എയർപോർട്ടിലോട്ട് കുഴപ്പമില്ല. അല്ലടോ, തന്റെ ഈ തലയ്ക്ക് എന്തൊക്കെ ഒരു കെട്ടൊക്കെ ഉണ്ടല്ലോ? അയ്യോ എന്റെ സാറേ, അതൊരു ബ്രെയിൻ ട്യൂമറിന്റെ സർജറി. ബ്രെയിൻ ട്യൂമർ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? അയ്യോ, അത് ഭയങ്കര കോമഡി അല്ലേ? ശരിക്കും ട്യൂമർ ഈ തലയ്ക്കകത്ത്. സർജറി തല മാറിപ്പോയി. അനസ്തേഷ്യ കൊണ്ട് കിടക്കല്ലേ, എനിക്ക് തലയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സർജൻ നോക്കുമ്പോ ഈ കിടപ്പണേ അങ്ങനെ അതിനാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആ തല തനിക്കൊരു എം ആർ എടുത്ത തീരാൻ പ്രശ്നമല്ലേ ഉള്ളൂ. സാറ് പറഞ്ഞതൊക്കെ തമാശയാണ്. ഞാൻ എം ആർ എടുക്കാൻ വേണ്ടി പോയാണ്. എം ആർ മെഷീനകത്ത് 1 തലയല്ലേ കയറും. എനിക്ക് 10 തല ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ 10 തല ഒടിച്ച് മടക്കാൻ മെഷീനകത്തോട് കയറി. എന്നിട്ട് എന്താ അതിന്റെ വെടിയും കിളിയും പോയി സ്പ്രിങ് വേറെ ആണി വേറെ ഊരി തെറിച്ചു. അതിന്റെ റിപ്പയറുള്ള പൈസ ഇപ്പോഴും ഞാൻ EMI ആയിട്ട് കൊടുത്തോണ്ടിരിക്കും. അടുത്ത മാസം ഒരു 35,000 രൂപ EMI അടക്കണം. അല്ല, തന്റെ ഈ തലയുടെ മുഖം എന്താ ഇരിക്കുന്നത്? അതെ, പണ്ട് സീതാദേവി പാത്തി കഴിച്ച. സീതാദേവി അടിച്ചെന്ന എന്തിന്? അതായത് ഈ സീതാദേവി തപോവനത്തിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഓക്കെ, അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 2 CCTV ക്യാമറ വെച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെ തലടിച്ച് വിട്ടിച്ചെന്ന്. ഈ CCTV ക്യാമറ എവിടെയാ വെച്ചത്? ഒന്ന് ബാത്റൂമിനകത്തും. ഓക്കെ. അല്ല, താൻ വന്ന പ്രശ്നങ്ങൾ പറയാ. എന്തൊക്കെയാ എന്റെ ബുദ്ധിമുട്ടുകള്? എന്റെ പൊന്ന് സാറേ, എനിക്കിത് അങ്ങോട്ട് ദഹനൊന്നും പ്രോപ്പറായിട്ട് അങ്ങോട്ട് നടക്കില്ല. ഓക്കെ, എന്ത് കഴിച്ചാലും ഇവിടെ വന്ന് നിന്നിട്ടേ താടൊന്നും പോകുന്നില്ലെന്ന്. ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നം. ലങ്കയിലെ ഉരുളക്കിഴങ്ങ് കൃഷി കുറച്ച് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും ഗ്യാസിന്റെ പ്രശ്നം. സാറൊന്നും എന്നെ കളിയാക്കാം. എന്തുവാണോ ഇതൊക്കെ? സാറേ, ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്നെ എങ്ങനെ സാറേ കുറ്റം പറയുന്നത്? സാറിന് 1 ഇൻപുട്ട് 1 ഔട്ട്പുട്ട്, എനിക്ക് 10 ഇൻപുട്ട് 1 ഔട്ട്പുട്ട്. അതാണെങ്കിലോ ഇവൻ ബീഫ് ഫ്രൈ തിന്നുമ്പോ ഇവൻ പായസം, ഇവൻ ഐസ്ക്രീം
തിന്നുമ്പോ ഇവൻ ചോക്ലേറ്റ് ഇതെല്ലാം കൂടെ നീക്കണ്ടേ, ഞാനെന്ത് ചെയ്യാനാ? ശരി ശരി, ഒരു കാര്യം ചെയ്യാം. നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം. എൻഡോസ്കോപ്പി ചെയ്യല്ലോ. എത്ര രൂപ എൻഡോസ്കോപ്പി? എൻഡോസ്കോപ്പി 50,000 രൂപ. 50,000 രൂപയാ? 5,000 രൂപ ഉള്ളതാണ്ടോ റിസപ്ഷൻ എന്ന് പറഞ്ഞു? 5,000 ഒരു തലയ്ക്കുള്ള എൻഡോസ്കോപ്പി, അങ്ങനെ 1, 2, 10 തലയ്ക്കുള്ള എൻഡോസ്കോപ്പി 50,000 രൂപ. എന്റെ പൊന്ന് സാർ, എന്റെ 50,000 രൂപ 5,000 രൂപ എന്തെങ്കിലും ചെറിയ സ്കോപ്പി പറ സാറേ, അതെങ്കിലും ചെയ്തിട്ട് ഞാൻ പോട്ടെ. 5,000 സ്കോപ്പി ഉണ്ട്, കൊളനോസ്കോപ്പി. ആ സാറില്ല, എന്നാ പിന്നെ അത് ചെയ്താൽ മതി. താൻ എന്ത് പറയുന്നത്? തന്റെ പ്രശ്നം വയറ്റിലല്ലേ, കൊളനോസ്കോപ്പി ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്റെ പൊന്നു സാറേ, കൊളനോസ്കോപ്പിയിൽ കുറച്ചുകൂടെ മുകളിലോട്ട് കേൾപ്പോ വയറക്കല്ലേ? ഒന്ന് പോടോ. അല്ല, ഇപ്പം മൊത്തം ഇഷ്യൂസ് വയറിനാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഈ തലക്കല്ലേ മെയിൻ പ്രശ്നം. അത് പറയണ്ടേ? അതൊരു പേപ്പർ മേലെ എടുത്തോ, ഞാൻ പറഞ്ഞു. ഈ തലയ്ക്ക് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, കാഴ്ച അല്പം കുറവാണ്, വയസ്സായി വരും. അപ്പൊ നമുക്ക് ഒഫ്താൽമോളജി കൺസൾട്ടേഷൻ. ഈ തലയ്ക്ക് ചെവിക്ക് ചെറിയ കേൾവി കുറവുണ്ട്, പണ്ട് സുഗ്രീവൻ അടിച്ചാണ്. അപ്പൊ ENT കാണിക്കണം. ഈ തലയ്ക്ക് നല്ല തലവേദന ഉണ്ട്. ഓ, മൈഗ്രൈൻ ആയിരിക്കും. അപ്പം ന്യൂറോളജിനെ കാണിക്കാം. ഈ തലയ്ക്ക് പിന്നെ പണ്ട് ബ്രെയിൻ ട്യൂമർ ആണല്ലോ, ന്യൂറോ സർജറി. അല്ല, ഈ തലയ്ക്ക് ചെറിയ പല്ലിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഡെന്റലിനെ കാണിക്കാം. ഈ തലയ്ക്ക് നല്ല വലിവിന്റെ അസുഖമുണ്ട്, ആസ്മയുടെ വലിവാണെന്ന് തോന്നുന്നു. റെസ്പിറേറ്ററി മെഡിസിനെ കാണിക്കണം. ശരി. അപ്പോഴത്തേക്ക് ഇനിയിപ്പോ അടുത്തെന്താ ഞാൻ ചെയ്യേണ്ട? ഒരു കാര്യം ചെയ്യാം, ഇത്രയും പ്രശ്നമുള്ള സ്ഥിതിക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആവണം? ഇന്റേണൽ മെഡിസിൻ. ഇന്റേണൽ മെഡിസിനോ? ആന്ന് സാറേ, ഈ ഇത് തലക്ക് വർഷം ന്യൂറോളജി, പിന്നെ വേറൊരു വർഷം ഗ്യാസ്ട്രോളജി, ഇവിടെയൊക്കെ അഡ്മിറ്റ് ചെയ്യണ്ടേ? എടോ, ന്യൂറോളജി ആയാലും താൻ ഏത് കൂടെയാണെങ്കിലും ഇവിടെ അഡ്മിഷൻ ഉണ്ട് ഇന്റേണൽ മെഡിസിൻ. അത് അങ്ങനെയാ കേട്ടോ. ഹോസ്പിറ്റലാണ് തിയേറ്ററിൽ ഇറങ്ങി ഓർമ്മ ജീവമാണെങ്കിൽ ഹനുമാൻ അവരിവിടെ വന്നു. ഹനുമാൻ തീട്ടത് ജീവൻ വേണമെങ്കിൽ ഇറങ്ങി ഓർമ്മോ. അതെന്റെ വയറിന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടു. താൻ കാര്യം ചെയ്യും, ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഇവിടുന്ന് ക്യാൻറ്റീന്ന് 2 സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിച്ചാൽ മതി. അങ്ങ് ലങ്ക വരെ ലൂസായിട്ട് പൊക്കോ. ഇറങ്ങി ഓർമ്മോ. ഇനി എന്താ ഈ 10 തലകളിൽ ഏത് തലകൊണ്ട് കഴിക്കണം? താൻ ഈ 10 തല ഏത് തലകൊണ്ട് കഴിച്ചോ? എന്റെ 10 തലമുറ നല്ല ലൂസായിട്ട് മെഴുകാണോ കിട്ടിക്കോ. ഇറങ്ങി ഓർമ്മോ. എന്റെ പൊന്ന് സിസ്റ്റർ ഇവിടെ കത്തി തീരാൻ പോകുന്നു. പോയി സിസ്റ്റർ ബാക്കിയുണ്ടോ നോക്കാം. അപ്പോഴാണ് ക്യാബ് ലൂമിയ ഒന്ന് പോടുന്നു. ഹനുമാനെ കണ്ണിങ്ങനെ വാലി നോക്കി എടുക്കണം, എന്നാ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. അതെ, പിന്നെ നന്ദി.